നമ്മൾ ബന്ധങ്ങളെ ചേർക്കുക, ബന്ധങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, രാജ്യതലത്തിലുള്ള ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളെയും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. അത് വിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അയൽപക്ക ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, കേട്ടതാണ്. ബന്ധം ചേർക്കാത്തവനും ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോവാത്തവനും അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ അനന്തരഫലം പരലോകത്ത് ആസ്വദിക്കാൻ കഴിയില്ല. മറിച്ച് അവൻ ബന്ധം ചേർത്തില്ല എന്ന കാരണം കൊണ്ട് തന്നെ നരകത്തിൽ പോവാൻ കാരണമാകും എന്നൊക്കെയുള്ള നബിവചനങ്ങൾ ധാരാളമായി നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഏത് ബന്ധങ്ങളാണെങ്കിലും അതിനെ ചേർക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം. മാത്രമല്ല, ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഅ ലഹു ഫി അഥരി ഫൽയസിൽ റഹിമ. ഒരാൾക്ക് ദീർഘായുസ് ഉണ്ടാവണം, അതേപോലെ ഭക്ഷണത്തിൽ ഒരാൾക്ക് വിശാലത ലഭിക്കണം. ഇതൊരാൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എനിക്ക് കുറച്ചു കാലം കൂടെ ഈ ഭൂമിയിൽ നല്ലവണ്ണം ജീവിക്കണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നബി തങ്ങളുടെ ഈ ഹദീസിന്റെ വചനം നമ്മൾ നോക്കുക. മൻ അഹബ്ബ, ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഏറ്റവും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്ത്? അയ്യുബ്സത ലഹു ഫി റിസ്ഖിഹി, അവന്റെ ഉപജീവന മാർഗം അതിൽ നല്ല വിശാലത ഉണ്ടാവണം. അവന്റെ കച്ചവടമാവട്ടെ, ബിസിനസ് ആവട്ടെ, അവന്റെ മഈഷത്തിന്റെ വഴികളാവട്ടെ, അതിലൊക്കെ വിശാലത ഉണ്ടാവണം എന്നൊരാൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, അതേപോലെ ഒരാൾക്ക് ആയുസ് ദീർഘമായിട്ടുണ്ടാവണം എന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമ, അവൻ ബന്ധങ്ങളെ ചേർത്തുകൊള്ളട്ടെ, പ്രത്യേകിച്ചും കുടുംബ ബന്ധത്തെ മാനിച്ചുകൊള്ളട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധങ്ങൾ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, സൗഹൃദ ബന്ധം, ഏതുമാ നമ്മൾ ആരോടെല്ലാം ഇടപഴകുന്നുണ്ടോ അവരോടൊക്കെയുള്ള നമ്മുടെ ബന്ധങ്ങളും കാഴ്ചപ്പാടുകളും നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു സന്ദേശമാണ്. വ്യക്തികൾ മാത്രം പോരാ, കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രം പോരാ, അയൽപക്ക ബന്ധങ്ങൾ മാത്രം പോരാ, ഓരോ തലത്തിൽ ജീവിക്കുന്ന ആളുകളും അതാത് തലത്തിൽ അവൾ ഏർപ്പെടുന്ന ആളുകളോട് ബന്ധം നന്നാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളൊക്കെ സാധാരണക്കാരാണ്. നമ്മളെ കുടുംബ ബന്ധം നന്നാക്കണം, അയൽപക്ക ബന്ധം നന്നാക്കണം, നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ നന്നാക്കണം. ഇനി അവിടെ അങ്ങോട്ട് ഭരണാധികാരികൾ ആണെങ്കിൽ, ഏതെങ്കിലും ഒക്കെ അധികാര സ്ഥാപനങ്ങളിലുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ, അവരും അവരുടെ അധികാര പരിധിയിൽ വെച്ചിട്ടുള്ള ആളുകളോട്, രാഷ്ട്രങ്ങളോട് നീതിപൂർവം പ്രവർത്തിക്കണം, അവരോടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശമാണ്. ഇന്ന് നമ്മൾ ലോകത്ത് നടക്കുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾ നോക്കുക. പക്ഷിമേശ കത്തിക്കൊണ്ടിരിക്കുകയാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേലും അമേരിക്കയും കൂടെ ഇന്ന് ഇറാനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നതായ ന്യായം? ഇറാൻ അണുബോംബ് ഉണ്ടാക്കുന്നു, അതുണ്ടാക്കിയാൽ പ്രശ്നം ഉണ്ടാകും. ഇത് പറയുന്ന ആളാരാണ്? ലോകത്ത് ആദ്യമായി അണുബോംബ് ഉണ്ടാക്കുകയും അണുബോംബ് ഇട്ടുകൊണ്ട് നാഗാസാക്കിലും ജപ്പാനിലെ ഹിരോഷിമയിലും ഒക്കെ ലക്ഷക്കണക്കായ ആളുകളെ കൊന്നൊടുക്കിയ ആളുകളാണ് പറയുന്നത് ഇറാൻ ഉണ്ടാക്കിയാൽ അത് പ്രശ്നമാണ്. ഇസ്രായേലിന്റെ അടിയിലും അണുബോംബുണ്ട്. അണുബോംബുള്ള രണ്ട് രാഷ്ട്രങ്ങൾ പറയാണ് അവർ അണുബോംബ് ഉണ്ടാക്കിയേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യം ചെയ്തത് എന്താണ്? അവരുടെ മെയിൻ ലീഡറെ വധിച്ചു കളയുന്നു. ഒന്നും അറിയാത്ത 150ഓളം കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നു. ഇതൊന്നും ആളുകൾ ചർച്ച ചെയ്യുന്നില്ല, ഇതൊന്നും ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല. വിശുദ്ധമായ ഇസ്ലാം സമാധാനവും കാരുണ്യവും സ്നേഹവും ലോകത്തോട് പറയുമ്പോൾ ആ ഇസ്ലാം ഭീകരമാണ് എന്ന് പറഞ്ഞ് ഈ ഭീകരമായിട്ടുള്ള രാഷ്ട്രങ്ങൾ ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന
തമ്മാടിത്തരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നഗ്ന യാഥാർത്ഥ്യങ്ങൾ. വിശുദ്ധമായ ഖുർആൻ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ ചേർക്കാത്ത, ബന്ധങ്ങളെ ക്രൂരമായിട്ട് ഇടപെടുന്ന ചില ഭരണാധികാരികളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഫഹൽ അസൈതും മിൻ തവല്ലൈതും, നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ, നിങ്ങൾക്ക് അധികാരം, രാഷ്ട്രത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ ഒക്കെ അധികാരം, നേതൃത്വ പദവിയിലേക്ക് നിങ്ങൾ എത്തിയാൽ, അൻ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമോ, വതുഖത്തിഉ അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ വിച്ഛേദിക്കുമോ. ഇത് നബിതങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മദീനയിൽ നബിതങ്ങളോട് മനസ്സിനകത്ത് വിശ്വാസമില്ലാതെ പുറമേ വിശ്വാസം നടിച്ചുകൊണ്ടുള്ള മുനാഫിഖുകളായ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ദീനിനോടോ ദീനിന്റെ കാഴ്ചപ്പാടിനോടോ അവർക്ക് കൂറില്ല, അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് അധികാരം മാത്രമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ച്, ആ കപട വിശ്വാസികളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കല്ല ഇവിടെ നേതൃത്വം, മറ്റുള്ള ആളുകൾക്കാണ് ഇവിടെ അധികാരം. അത് നിങ്ങൾക്കാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്, ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ വേണ്ടിയാണ്. ബന്ധങ്ങളെ ഛേദിക്കാനും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചേക്കുമോ എന്ന് കപടവിശ്വാസികളോട് ഖുർആൻ ചോദിച്ച സംഭവം സൂറത്ത് മുഹമ്മദിലൂടെ ഖുർആൻ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടതായ രാഷ്ട്രങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കുന്നതായ രണ്ട് ഗൂഢശക്തികൾ, ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ഇസ്രായേലും. മുമ്പ് പറഞ്ഞിരുന്നത് അഫ്ഗാനിലായിരുന്നു. അഫ്ഗാനിലെ പാവപ്പെട്ടതായ ലക്ഷക്കണക്കായ ആളുകളെ കൊന്നുതള്ളി. അത് കഴിഞ്ഞ് ഇറാഖിലേക്ക് പോയി. ഇറാഖിലും ഇതേപോലെ മാരകമായ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള ലക്ഷക്കണക്കായ ആളുകളെ കൊന്നുകളഞ്ഞു. ലിബിയ, വിയറ്റ്നാം, ഇങ്ങനെ ഏതെല്ലാം രാഷ്ട്രങ്ങളെ, പാവപ്പെട്ടതായ രാഷ്ട്രങ്ങളെ, ഈ രണ്ട് തമ്മാടി രാഷ്ട്രങ്ങൾ, പള്ളിയിൽ പദപ്രയോഗം നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും വളരെ മാന്യമായിട്ട് പറയാൻ പറ്റുന്ന, അവർക്ക് അർഹതപ്പെട്ട ഒരു വാക്ക് അതായിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത്. ഈ രാഷ്ട്രങ്ങളാണ്. ഖുർആൻ ഇങ്ങനെയുള്ള അതിക്രമകാരികളെ കുറിച്ച് പറയുന്നുണ്ട്. അധികാരം നേടുമ്പോൾ ബന്ധങ്ങളെ നാമാവശേഷമാക്കാൻ, ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചേക്കും. കപടവിശ്വാസികളോട് പറഞ്ഞ അതേ കപടവിശ്വാസികൾ തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക, ഒന്നുമറിയാത്ത ചെറിയ മക്കളെ ബോംബിട്ട് കൊല്ലുക, എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാത്ത ആ രീതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നിഷ്ഠൂരമായി കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത, മനസ്സിനകത്ത് കരുണ ലവലേശമില്ലാത്ത പിശാചുക്കളാണ് ഭരണാധികാരികൾ. ഇങ്ങനെയുള്ള ഭരണാധികാരികൾ വന്നാൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഖുർആനിന്റെ സൂചനയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അടുത്ത ആഴ്ച നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിക്രമകാരികളായ ഭരണാധികാരികളാണ് വരുന്നത് എങ്കിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, ബന്ധങ്ങൾ വിച്ഛേദിക്കും. ഇത് സ്വാഭാവികമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സുന്ദരമായിട്ടുള്ള ഒരു ആശയമുണ്ടായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് വരുന്നതിന്റെ മുമ്പ്, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ വളരെ ലോകത്ത് അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായി ഒരു ബന്ധവും നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നില്ല. നയതന്ത്ര ബന്ധമുണ്ടായിരുന്നില്ല. അവരോടുള്ള എല്ലാ സമീപനവും വിച്ഛേദിച്ചിരുന്നു. ആ രാജ്യത്തേക്ക് ഇന്ത്യയിലെ ഭരണാധികാരികൾ പോകുമായിരുന്നില്ല. അതൊക്കെ തുടക്കം കുറിച്ചു നമ്മുടെ രാജ്യത്ത്. ഇതൊക്കെ അപകടകരമാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നത് തന്നെ. ഇപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയമായ ധ്രുവീകരണം പോലും ഈ രീതിയിലുള്ള പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായി അവർ ഈ രാജ്യത്ത് ഉടലെടുക്കുന്ന സംഭവങ്ങളാണെന്ന് നമ്മൾ സംശയിക്കണം. കാരണം ഇന്നിപ്പോ അമേരിക്ക, ചൈന, അതേപോലെ റഷ്യ തുടങ്ങി ഈ രാഷ്ട്രങ്ങളെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് നമ്മുടെ മഹത്തായിട്ടുള്ള ഇന്ത്യ രാജ്യമാണ്, ഭാരതമാണ്.
ഈ ഭാരതത്തിന്റെ ഉയർച്ച, ഈ ഭാരതത്തിന്റെ വളർച്ച, ഇവിടെയുള്ള മേൽക്കോയ്മ അത് അമേരിക്കക്കും ഇസ്രായേലിനും അംഗീകരിച്ചുകൂടാ. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പശ്ചിമേഷ്യയിലൂടെ വന്ന് ലാസ്റ്റ് ഇന്ത്യ രാജ്യത്തിലേക്കും വരും. ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഇന്ത്യ രാജ്യത്തെ അവർക്ക് നശിപ്പിക്കാൻ ഒറ്റയടിക്ക് യുദ്ധം ചെയ്തുകൊണ്ടോ മറ്റോ കഴിയില്ല. ഇവിടെയുള്ള ജനങ്ങൾ അത്രത്തോളം ബാഹുല്യമാണ്. പിന്നെ അവർക്ക് പിടിച്ചടക്കണമെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കണം. അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആ ഭിന്നത അതിഗൂഢമായ രീതിയിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ഇവിടെയുള്ള ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കുകയും ഇവിടെ ആഭ്യന്തര പ്രശ്നമുണ്ടാക്കുകയും ചെയ്ത് അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ജൂത ലോബിയുടെ ഭാഗമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആരോപണം എന്നതാണ്. ആദ്യം മുസ്ലിം, പിന്നെ ക്രിസ്ത്യാനി പോകും, അതങ്ങനെ പരസ്പരം ഭിന്നിപ്പിക്കും. ഇതിന്റെ അച്ചുതണ്ട് വരുന്നത് വിദേശങ്ങളിൽ നിന്നാണ്. ഇങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവർ ആ നാടിന്റെ നന്മക്കും പ്രശ്നങ്ങളില്ലാതെ നല്ല ബന്ധത്തോടുകൂടെ പോകണമെന്ന കാഴ്ചപ്പാടിൽ പോയില്ല എങ്കിൽ ആ രാജ്യം അത് നാമാവശേഷമാകും ജനങ്ങളെ. അതുകൊണ്ട് നമുക്കൊക്കെ പുനർചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണിത്. അടുത്ത ആഴ്ച നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിന് കുഴപ്പമുണ്ടാക്കാത്ത, നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉടലെടുക്കുന്ന ഭരണാധികാരികൾ ആരാണോ അവർക്ക് നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കുക. ഇത് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ്. ഖുർആനിന്റെ അധ്യാപനം അങ്ങനെയാണ്. നിങ്ങളുടെ നേതാക്കന്മാർ നല്ലവരാവണം, നിങ്ങളുടെ നയിക്കുന്ന ആളുകൾ ഉത്തമന്മാരാവണം. എങ്കിൽ മരിക്കുന്നതിനേക്കാൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരങ്ങൾക്കും അവരുടെ സ്വാർത്ഥത താല്പര്യങ്ങൾക്കും വേണ്ടി കരുണ എന്ന് പറയുന്ന ഒന്ന് ഒരാളുടെയും മനസ്സിൽ ഇല്ലാത്ത ഭരണാധികാരികളാണ് വരുന്നത് എങ്കിൽ അത് വളരെ നാശകരമായിരിക്കും. ലോകത്തതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. കുഞ്ഞുങ്ങളെ കൊല്ലരുത്, ഒരു ജീവിയെയും നിങ്ങൾ അതിക്രമിച്ച് കളയരുത്, ഉറുമ്പുകളെ പോലും നിങ്ങൾ ചുട്ടുകൊള്ളരുത്. ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് വെച്ച് ഇന്ന് ലോകത്തോട് നമ്മൾ നോക്കുമ്പോൾ നിരപരാധികളായ ലക്ഷക്കണക്കായ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നൊടുക്കുന്ന ഇസ്രായേൽ, അമേരിക്ക എന്ന് പറയുന്ന ഈ വളരെ മോശപ്പെട്ടതായ ഭരണാധികാരികളുടെ ഈ ഒരു നാട് എത്ര അപഹാസ്യമാണ്, എത്ര മോശമാണ്. കരുണയുടെ ഒന്നും അവർക്കില്ല. നമ്മുടെ രാജ്യം അങ്ങനെ ആയിക്കൂടാ, നമ്മുടെ നാട് അങ്ങനെ ആയിക്കൂടാ. സ്നേഹത്തിന്റെ, ചേർത്ത് പിടിക്കലിന്റെ, കരുണയുള്ള ഭരണാധികാരികളും കരുണയുള്ള നേതാക്കന്മാരും നമുക്ക് വേണം. എങ്കിൽ മരണത്തെക്കാൾ ഉത്തമമാണ് ഭൂമി ലോകം എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അതിനു വേണ്ടി. അങ്ങനെയുള്ള ഭരണാധികാരികൾ ആരാണ്, അങ്ങനെയുള്ള നേതാക്കന്മാരാരാണ്, അത് ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ പ്രശ്നമാവും. അത് നിങ്ങൾ തീരുമാനിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. അതുകൊണ്ട് ഈ ബന്ധങ്ങളെ കുറിച്ചുള്ള സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും നന്നാക്കണമെന്നുള്ള ഖുതുബ നമ്മളോട് പറയുമ്പോൾ നമ്മൾ കുടുംബ ബന്ധവും അയൽപക്ക ബന്ധവും ചേർക്കുന്നതോടൊപ്പം ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉതകുന്ന ഭരണാധികാരികളെ കൊണ്ടുവരാൻ നമുക്കെന്താണോ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സമാധാനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ഇസ്സത്തോടുകൂടെ അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കണം. അതിന് പറ്റാവുന്ന ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.